ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കളം അറ്റ് 24 എന്ന സിനിമയിലൂടെ ഒരുപാട് പേർക്ക് പ്രചോദനമായ രാകേഷ് കൃഷ്ണ കുറുമ്പാലയാണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ ആയില്ലേ കണ്ടിട്ട് വീണ്ടും. അതെ, ഞാൻ ഫസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, മൂവി എന്ന് പറയുന്നതിന് ഒരു വലിയ മാജിക് ആണല്ലോ, സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്. അതില് ഞാൻ കേട്ട ഒരു കാര്യമാണ്, പദർ പാഞ്ചാലി എന്ന് പറഞ്ഞൊരു സിനിമയാണ് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ സിനിമയിലേക്കുള്ളത്? അത് സത്യം നമ്മള് എല്ലാവരും ജോണി വർക്കർ സിനിമ കണ്ടപ്പോഴാണ് സിനിമ കൗതുകം തോന്നിയത്. പിന്നെ അതിന് മാജിക്കാണ്. പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് പഠിക്കാനായിരുന്നു ഈ സംഭവം. അപ്പം നേരത്തെ ഉള്ളിലേക്കാണ് ഒരു സംഭവമില്ല, ഈ കൗതുകം അതിന് വളർന്ന് ഇതിന്റെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേ നമുക്കൊരു ഇതിന്റെ പോസിറ്റീവ് മനസ്സിലായി എങ്ങനെ സംഭവം. പഠിപ്പിക്കുന്നത് സാറ് പഠിപ്പിക്കുന്നത് എങ്ങനെയായിട്ട് എടുക്കുക ചെയ്യുന്നു, അതെങ്ങനെ ആവിഷ്കരിക്കാൻ പറ്റും എന്നൊക്കെ സാറ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ വെച്ചിട്ട് ശരിക്കും ആദ്യം തിരക്ക് ചെയ്യാൻ തുടങ്ങിയ, അങ്ങനെ കടയിൽ തിരക്ക് ചെയ്യാൻ തുടങ്ങിയ അങ്ങനെ. അപ്പൊ ഈ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ഡിസ്കറേജ് ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഈ ക്യാമറ പഠിക്കാൻ പോയപ്പോഴും അങ്ങനെ ഒരുപാട് പേര് തളർത്താൻ നോക്കി എന്നൊക്കെ. അപ്പൊ ആ ഒരു പിന്നീട് എങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ തിരിച്ചു വരണം, ചെയ്യണം എന്നുള്ള ഒരു ആവേശം വന്നത്? അത് നമ്മളെ നമ്മള് ഒരുപാട് പരിഹരിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആദ്യമത്തെ ഒരു ഷോപ്പിംഗ് ചെയ്താണ് ജീവിതമാണ് സന്ദേശം. അപ്പൊ ആ ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ ഒരു ക്യാമറമാനെ സമീപിച്ചു. പുള്ളി പറഞ്ഞു, കല്യാണത്തിന് വീഡിയോ എടുക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ നല്ല ഷോപ്പിംഗ് എന്ന് പറഞ്ഞു. നമ്മൾ എനിക്കറിയാം, അങ്ങനെയുള്ള എനിക്കറിയാം. അങ്ങനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് യാതൊരു ഉദ്ദേശമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു കണക്കിന് അങ്ങനെ കളിയാക്കലും നമുക്കൊരു ആവേശം തരുമല്ലോ, ചെയ്യണം എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയാൽ മാത്രം പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കണം. അതെ, അതാണ് എന്റെ രീതി. ഞാൻ ഒരുപാട് ഇപ്പോഴും അംഗീകരിക്കാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന വലിയ സംഭവമില്ല, ചെറിയ സിനിമയാണ്. അതിപ്പോഴും അംഗീകരിക്കാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടാവും, എനിക്കറിയത്തില്ല. കണ്ടുപോയില്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പൊ പറയാറുണ്ട്, സ്വപ്നം കാണാൻ പഠിക്കണം, അതാണ് ജീവിതത്തിൽ കുറെ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്നൊക്കെ. അപ്പൊ എങ്ങനെയാണ് ആ സ്വപ്നം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ധൈര്യം വന്നത്? നമ്മള് ഉറക്കം കേൾക്കുന്നത് യഥാർത്ഥ സ്വപ്നമാണ്. എന്റെ ഉറക്കം കേട്ടിട്ട് സിനിമ അതെ നിയന്ത്രണം കണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് കുറെ ആൾക്കാർ ഇന്റർവ്യൂ എടുക്കുന്നു. പിന്നെ അങ്ങനെ എന്റെ സിനിമ തിയേറ്റർ വന്ന് ആൾക്കാർ കാണുന്നു, അവരുടെ പ്രതികരണം അറിയുന്നു ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമായി മാറ്റി. അത് വലിയൊരു കാര്യമാണ്, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറ്റാന്നുള്ളത് അല്ലേ? കാരണം ആഗ്രഹം തീവ്രമാകുമ്പോൾ നമുക്ക് പ്രകൃതി നമ്മുടെ ഒപ്പം നമ്മുടെ ലോകം തന്നെ നമ്മുടെ. ചുമ്മാ ആഗ്രഹം കൊണ്ട് വന്ന കാര്യം. അതിന് പണി കഴിച്ചു അതിന്റെ എസ്റ്റിമേ നമുക്ക് എന്തായാലും നമ്മൾ വഴി തുറക്കും.